ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക അവിയലാണ്. പാവയ്ക്ക കയ്പ്പാണെന്ന് പറഞ്ഞിട്ട് പലരും മാറ്റി വയ്ക്കാറുണ്ട്. പക്ഷേ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കോട്ടയം സൈഡിലെ എൻ്റെ അമ്മ പാലക്കാരിയാണ്. അമ്മ സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ള ഒരു അവിയലാണ്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. പാവയ്ക്ക ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് ഒരു 3-4 പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഒരു കണക്കിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം ഒരു പാവയ്ക്ക, ഒരു കഷ്ണം പടവലങ്ങ, ഒരു ക്യാരറ്റ്, കുറച്ച് ബീൻസ്, പയറ്, പിന്നെ അതിലരിഞ്ഞിടാനായിട്ട് സവോള, ടൊമാറ്റോ, 4 പച്ചമുളക്. അപ്പം നമുക്ക് ഇതെല്ലാം അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. പിന്നെ കൂട്ടത്തില് തേങ്ങയും ചുമന്നുള്ളിയും പുളിയും മുളക് പൊടി ഒരു ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഇത്രയും കൂടെ ചേർത്ത് അരച്ചും എടുത്തുകൊണ്ട് വരാം. ഗ്യാസ് കത്തിച്ച് പാൻ വയ്ക്കുക. പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിനോടൊപ്പം ചേർക്കുക. കൂട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കുക. എനിക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് സഹായിക്കാറുണ്ട്. ഇതും പുള്ളി തന്നെയാണ് കട്ട് ചെയ്ത് തന്നത്. സവോള നന്നായി വരണ്ട് വരുന്നതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് അതിനോടൊപ്പം ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഓളം മുളക് പൊടിയും ചേർക്കുക. വീണ്ടും നന്നായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാ വെജിറ്റബിൾസിലും ചേരുന്നത് വരെ ഇളക്കുക. അതിനുശേഷം ടൊമാറ്റോ ആഡ് ചെയ്യുക. നന്നായി ടൊമാറ്റോയും ഇളക്കി ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ചാക്കിയതിന് ശേഷം ലിഡ് വെച്ച് അടയ്ക്കുക. ഒരു 5 മിനിറ്റ് വേകണം. വെന്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇളക്കി നോക്കുക. നന്നായിട്ട് വെന്ത് കാണും. ആ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാവുന്നതാണ്. അരപ്പ് ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ എടുക്കുമല്ലോ, ആ വെള്ളവും ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. നമ്മൾ സാധാരണ അവിയൽ വെക്കുന്ന പോലെ തന്നെയാണ് ഈ അവിയലും വെക്കുന്നത്. ഇത് പാവയ്ക്കയാണെന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നന്നായി അരപ്പ് എല്ലായിടത്തും ചേരുന്നത് വരെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ലിഡ് വെച്ച് ഒന്നുകൂടെ അടക്കി ഒരു 2-3 മിനിറ്റ് അരപ്പ് വേകുന്നത് വരെ ഒന്നുകൂടെ അടച്ച് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോയെന്ന് ഇടയ്ക്ക് നോക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ചേർക്കാം. ഇപ്പം എൻ്റെ ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. 2 മിനിറ്റിന് ശേഷം വീണ്ടും അടപ്പ് തുറന്ന് നോക്കുക. വെജിറ്റബിൾസ് എല്ലാം തന്നെ കറിക്കൂട്ടുമായി ശരിയാവണ്ണം യോജിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ എല്ലാം യോജിച്ചിട്ടുണ്ട്. അതിനുശേഷം 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. പച്ച വെളിച്ചെണ്ണ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ കറിക്ക്. അതിനുശേഷം വേപ്പില ഇടുക. ഇട്ടതിന് ശേഷം എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം
മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. രുചികരമായ എന്നാൽ പാവയ്ക്കയുടെ കയ്പ്പ് ഒട്ടുമില്ലാത്ത ഒരു പാവയ്ക്ക അവിയൽ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തയ്യാറാക്കി നോക്കിക്കോളൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.